ബാംഗ്ലൂരിൽ പോയി ഇറങ്ങി ഇനി ബൽഗാമിലേക്ക് ബസ് കയറി. ആ ബസ് ആക്സിഡന്റ് ആയി. എനിക്കൊന്നും പറ്റിയില്ല. എന്റെ ആങ്ങളുടെ തള്ളവരലെല്ലാം പൊട്ടി, രക്തമൊഴി, അങ്ങനെ ഒരു അവസ്ഥ വന്നു. അങ്ങനെ ബൽഗാമില് പിന്നെ KLE സൊസൈറ്റി കടന്നുപോയി. അവിടെ ഇന്റർവ്യൂ ഒന്നും ഇല്ലല്ലോ, കാരണം സാലൻ എന്ന് പറഞ്ഞ സാറാ, ഞങ്ങളുടെ റിലേറ്റീവ്സ് ബന്ധുവാണല്ലോ. അപ്പം എന്താ പറയാ, ഇന്റർവ്യൂ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുക. ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പോഴപ്പൊ എന്റെ കണ്ണിന് പ്രശ്നമുണ്ടല്ലോ. ഞാനപ്പൊ തിയറി ക്ലാസ്സുകൾ അതൊക്കെ എഴുതുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എല്ലാം നല്ല മാർക്ക്, എല്ലാത്തിനും എന്താ ടെസ്റ്റുകൾക്ക് നല്ല മാർക്കാ. അത് കഴിഞ്ഞിപ്പം മൈക്രോസ്കോപ്പിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിങ്ങനെ ചെയ്ത് വരുമ്പോ എനിക്കൊന്നും കാണുന്നില്ല. ഞാൻ ആരംഭത്തിൽ ചെയ്യുമ്പോ എന്തോ മിറക്കിളായിരിക്കാം, എനിക്ക് കാണുന്നുണ്ട് റിസൾട്ട്. ഞാൻ കറക്റ്റാ സൂപ്പർവൈസർ എല്ലാം കൊടുക്കുന്നുണ്ട്, എന്റെ സൂപ്പർവൈസ് ചെയ്യാൻ വരുന്ന ആൾക്ക് കൊടുക്കുന്നുണ്ട് ആ സാറിന്. ഞാനൊരു ദിവസം എല്ലാം ബ്ലാങ്ക്, ഒന്നും ഇല്ല അവിടെ. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരിനെ വിളിക്കുന്ന, നേഴ്സിനെ, വേറെ ഒരാളെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ വിളിച്ചിട്ട് പറയാ, എന്നെ പറയാ ഇത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എഴുതട്ടേന്ന്. അപ്പൊ ആ സൂപ്പർവൈസർ എന്ന് പറഞ്ഞു, സാറ് ചോദിച്ചാൽ എന്താ സിൽവിയ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊന്നും കാണുന്നില്ല, ഇത് എന്താ ഇതിന്റെ റിസൾട്ട് കാണുന്നില്ല മൈക്രോസ്കോപ്പില്. അപ്പൊ പറഞ്ഞു എന്താ? അപ്പൊ സാറ് നോക്കുമ്പോ കാണുന്നുണ്ട്. സാറ് പറഞ്ഞു ഒന്നും കൂടി നോക്ക്. ഞാൻ നോക്കുമ്പോ ഒന്നും കാണില്ല, എല്ലാം ബ്ലാങ്ക്. അപ്പൊ പറഞ്ഞു, സിൽവിക്ക് പ്രശ്നമാണല്ലോ കണ്ണിന്. പിന്നെ അപ്പൊ എന്നെ പെട്ടെന്ന് ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജ് നമ്മുടെ തൊട്ടടുത്ത്, അവിടെ ഞങ്ങളുടെ പ്രാക്ടിക്കലല്ല. അപ്പൊ അവിടെ എന്നെ കൊണ്ടുപോയി. അവിടെ അമേരിക്കയിൽ നിന്ന് പഠിച്ചു വന്ന ഡോക്ടേഴ്സ്, അതുപോലെ അമേരിക്കയിൽ വർക്ക് ചെയ്ത ഐ സ്പെഷ്യലിസ്റ്റ് ഒക്കെ ഉണ്ട്. അവരെ കാണിച്ചപ്പോ പറഞ്ഞു, അയ്യോ ഇത് റെട്ടിനെ മുഴുവൻ വിഘടിച്ച് പോകുക, ഇത് ഇങ്ങനെ പോയാൽ റെട്ടിനെ മൊത്തം വിഘടിച്ചു പോകും, ആള് തീർത്തും എന്ന് പറഞ്ഞാൽ അന്ധത വരില്ല, പക്ഷേ എന്താ പറയാ ചെറുതായി കാണും, പക്ഷെ വായിക്കാൻ ഒരിക്കലും സാധിക്കില്ല ജീവിതത്തിൽ. അതിന് ഭേദം കണ്ണിൽ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഞങ്ങളിപ്പോ ഒരു കണ്ടുപിടുത്തം പോലെ ചെയ്യുന്നതാണ്. വിഘടിച്ചു പോകുന്നത് സ്റ്റാർഗാർഡേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞു. അതായിരുന്നു എനിക്ക് പറ്റിയത്. അപ്പൊ പറഞ്ഞു, ഇത് സ്റ്റാർഗാർഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനെ കണ്ടുപിടിച്ചത്. അപ്പൊ ഈ രോഗത്തിന് പേരിട്ടൊക്കെ സ്റ്റാർഗാർഡേഴ്സ് ഡിസീസ്, ഡോക്ടർ സയന്റിസ്റ്റിന്റെ പേരിൽ. അപ്പൊ എനിക്ക് അതാണ്, അത് മുഴുവൻ വിഘടിച്ചു പോകുകയാണ്. ഇനി എന്താ പറയാ, ഇതിന് ഞങ്ങളൊരു ശ്രമം നടത്തുന്നത് അമേരിക്കയില്. അപ്പൊ ആ ഡോക്ടർ അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ട് പറഞ്ഞു, നമുക്കൊരു പരീക്ഷണം നടത്താം ഇഞ്ചക്ഷൻ ചെയ്ത്. അപ്പൊ നമ്മുടെ മലയാളി നേഴ്സസ് ഒക്കെ ഉണ്ട്. അവര് പറഞ്ഞു, ഒരിക്കലും നിന്റെ കണ്ണ് നീ ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊടുക്കണ്ട, നിന്റെ കാഴ്ച കുഴപ്പമില്ല, ഇങ്ങനെ ഇരിക്കട്ടെ, നീ ഇഞ്ചക്ഷൻ ചെയ്യാൻ അനുവദിക്കണ്ട, അത് അങ്ങനെയൊക്കെ പറയും, നീ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇഞ്ചക്ഷൻ ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ല. അപ്പൊ എന്നോട് ഞങ്ങളുടെ പ്രിൻസിപ്പള് സാറേ, നമ്മുടെ ബന്ധുവാണല്ലോ, ബന്ധു പറഞ്ഞു, നീ ICUലും ഓപ്പറേഷനിലും വർക്ക് ചെയ്യണ്ട, മറിച്ച് പഠിച്ചോ. കാരണം എന്റെ സ്വപ്നമായിരുന്നു എനിക്കൊരു നേഴ്സായാൽ, അതൊരു വേറെ സ്വപ്നം കിടപ്പുണ്ട്, നേഴ്സായാൽ എനിക്ക് ഒത്തിരി പാവങ്ങളെ സഹായിക്കാം. ഞാനിങ്ങനെ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ എന്താ ഒരു പക്ഷേ ഞാൻ അമേരിക്കയിൽ പോകുന്നതായിരിക്കാം ദൈവഹിതം, അങ്ങനെ ചിന്തിക്കുക ഞാനിങ്ങനെ. അപ്പൊ എനിക്ക് ഒത്തിരി പൈസ ഉണ്ടായാൽ ഞാൻ ഒത്തിരി പാവങ്ങൾ എനിക്ക് സഹായിക്കാം. വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ഒത്തിരി സഹോദരിമാര് ഞങ്ങളുടെ സഭയിൽ അന്നും ഉണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് അവരെയൊക്കെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു വിടാം. ചിലപ്പോൾ നമ്മുടെ വഴി അങ്ങനെ തിരിഞ്ഞായിരിക്കും പോകുന്ന ധാരണ മനസ്സിലാകും. അങ്ങനെ വന്നു. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഇതായിരിക്കാം, കാരണം ദൈവം തടുത്തില്ലല്ലോ, വേറെ വഴിയൊന്നുമില്ല. അപ്പൊ എന്റെ വഴി ഇങ്ങനെ അങ്ങ് പോകുകയല്ലേ, പ്രതികൂലം വന്നിട്ട് ഞാനിങ്ങനെ പോകുകയല്ലേ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ അങ്ങനെ ആശ്വസിക്കുക അങ്ങനെ. പക്ഷെ ഈ നഴ്സിംഗ് കോളേജിൽ എന്നും രാത്രി എല്ലാവരും കടന്നു കഴിയുമ്പോഴല്ലോ, ഞാന് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് എന്താ പറയാ, എപ്പോഴും എന്താ പറയാ ഇങ്ങനെ ബൈബിള് വായന. എനിക്ക് ആ വെട്ടത്തിലിരുന്ന് ബൈബിള് വായിക്കും, മുട്ടുന്ന പ്രാർത്ഥന ഏത് സമയം. അപ്പം എന്റെ ക്ലാസ് ടീച്ചർ ഒരു ക്രിസ്ത്യനാ, കന്നഡ ടീച്ചറാ. അപ്പൊ ആ ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞു, സിൽവിയ യു ആർ എ മിഷനറി, നീ ഒരു മിഷനറിയാ. ഈ എന്താ പറയാ ക്രിസ്ത്യൻ KLE സൊസൈറ്റിയുടെ പുള്ളിക്കാരി അവിടുത്തെ ഇൻചാർജ് ചെയ്തോണ്ട് പറഞ്ഞു, ഇവിടത്തെ എന്താ പറയാ എല്ലാ ഡിവോഷനും നീ വേണം ലീഡ് ചെയ്യാനായിട്ട്. അപ്പൊ എന്റെ എന്താ പറയാ ഈ സ്റ്റുഡൻസ് മുഴുവൻ വരും, ഞാനാണ് എന്താ പറയാ ഡിവോഷന്റെ മുഴുവൻ ആ പ്രയർ സോങ്സ് എല്ലാം ചെയ്യുന്നത്. എന്താ പറയാ എല്ലാ പാട്ടുകളാണെങ്കിലും എല്ലാം ഇംഗ്ലീഷ് പാട്ടെല്ലാം ഞാനാ ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു മിഷനറി എന്നവിടെ അറിയപ്പെടുന്നത്. പക്ഷെ ഞാൻ ഈ മിഷനറി ആയിരുന്നെന്ന് അവർക്ക് ആർക്കും അറിയില്ല. പക്ഷെ എന്നെ പറയുന്നത് മിഷനറി നേഴ്സ്. ഞാൻ എല്ലാവരോടും സുവിശേഷം പറയാം. അപ്പൊ എനിക്ക് ഭയങ്കര പ്രതികൂലമായിരുന്നു. ഇതേ വിശ്വാസത്തിൽ ഇല്ലാത്തവർ എന്നോട് പ്രതികരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഒറ്റപ്പെട്ടു. പക്ഷെ അതിന്റെ മധ്യത്തിൽ ദൈവം 10 പേര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാൻ തീരുമാനം എടുത്തു അതിന്റെ അകത്ത്. അപ്പം ആ 10 പേര് സ്നാനപ്പെടാൻ. അപ്പൊ ഞാന് ഇടയ്ക്കൊരു അവസരം കിട്ടും ഒരു IPC ചർച്ചിൽ പോകാനായിട്ട്, അവിടെ ഒരു മലയാളി ചർച്ച. അപ്പൊ ആ ദൈവദാസം വരെ ഞങ്ങളെ കൊണ്ടുപോകും. അപ്പം ഈ 10 പേരെ അവരെ കൊണ്ടുപോകാൻ അവരെല്ലാം ഉറച്ചു തീരുമാനത്തിൽ ഞങ്ങൾ സ്നാനപ്പെടും. കാരണം അവർക്ക് നാമധേയ ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പൊ അവർക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങിയുള്ള സ്നാനം അറിയില്ല, അത് എന്തിനാ സ്നാനപ്പെടുന്നതെന്ന് അറിയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പാപത്തിൽ മരിച്ച് ക്രിസ്തുമായി ഏകീഭവിക്കാൻ, ക്രിസ്തുവിനെ ധരിക്കാൻ,
അതുപോലെ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഈ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ യേശുവിന്റെ കൽപ്പന അനുസരിക്കണം. മനുഷ്യരെ ഭയപ്പെടാൻ പാടില്ല, നാം ദൈവകൽപ്പന അനുസരിക്കണം എന്നുള്ളത് അവർക്ക് ബോധ്യമായപ്പോ പിന്നെ മുന്നോട്ട് കോഴ്സ് എങ്ങനെ പോയി? പിന്നെ കോഴ്സ് ഞാനിങ്ങനെ അതിനുശേഷം അവരെന്നോട് ഇങ്ങനെ ICUലൊന്നും വർക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ തീരുമാനം എടുത്തു. ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തു, അവരും ഫീൽഡിലേക്ക് അടച്ചു. അപ്പൊ എന്നോട് പ്രിൻസിപ്പൽ ഞങ്ങളും എഴുതുക ഒഫീഷ്യലായിട്ട്. അപ്പം എന്റെ ഒരു ടെസ്റ്റ് ഉണ്ടായി, ടെസ്റ്റ്. അപ്പൊ ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. എന്റെ ടെസ്റ്റ് കഴിഞ്ഞപ്പോ അവർക്ക് പ്രൂഫ് കിട്ടി, 75% കാഴ്ചയില്ല. അപ്പൊ അതിനകത്ത് ആ ടെസ്റ്റില് വലിയ അക്ഷരത്തില് എന്റെ റിപ്പോർട്ട് അവസാനം ഞാൻ ആ ടെസ്റ്റിന്റെ റിപ്പോർട്ട് എന്നോട് എന്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു സിൽവിയ പോയി വാങ്ങാൻ പറഞ്ഞു. അവർക്കൊക്കെ അറിയാം എന്റെ റിപ്പോർട്ട് എന്താണ്, അവർക്ക് അറിയാം. അതിന് എന്നോട് പോയി വാങ്ങാൻ പറഞ്ഞു. ഞാൻ നമുക്ക് ഡ്യൂട്ടി ഉണ്ട് ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൽ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ബെഡ് മേക്കിംഗ് സ്പഞ്ച് ബാത്തിങ് അതൊക്കെയാ. അങ്ങനെ അവിടെ. അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് മറ്റെന്റെ സ്റ്റുഡൻസുമായിട്ടൊക്കെ കടന്നു വരുന്ന സമയത്ത് ഞാൻ ആ റിപ്പോർട്ട് വാങ്ങാൻ കയറി. ഞാൻ ആ കവറ് തുറന്ന് നോക്കുമ്പോഴേ എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല, എല്ലാം ചെറുതാണല്ലോ. പക്ഷെ വലിയ അക്ഷരത്തില് ഷീസ് അൺഫിറ്റ് ഫോർ ദ പ്രസന്റ് അക്കാഡമിക് കോഴ്സ്. അതെന്നെ സ്ട്രക്ക് ചെയ്തു. അതന്നെ ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ അൺഫിറ്റാ, ഞാൻ ഫിറ്റ് എന്താ ദൈവരാജ്യത്തിന് ഞാൻ ഫിറ്റ്, ഞാൻ അൺഫിറ്റാ. അപ്പൊ എന്നോട് ആ സാറ് പറഞ്ഞു, സാലൻ സാർ എന്നോട് പറഞ്ഞു, പ്രിൻസിപ്പൾ പറഞ്ഞു സിൽവിയ ഇവിടെ തന്നെ പഠിച്ചോ, കംപ്ലീറ്റ് ചെയ്തോ. കാരണം സിൽവിയുടെ സ്വപ്നമല്ലേ. പിന്നെ ആന്റി ഞങ്ങൾക്ക് പേയ്മെന്റ് മൊത്തം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പഠിക്കില്ല. കാരണം ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞു അവരോട്. ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റെപ്പ് എടുക്കുക, ഞാൻ മിഷൻ ഫീൽഡിലേക്ക് സ്റ്റെപ്പ് എടുക്കുക. അങ്ങനെ എന്റെ ആങ്ങളേനെ വിളിച്ചു, ആങ്ങളെ വന്നു. അവിടെ ഭയങ്കര കൂട്ടക്കരച്ചിലായിരുന്നു. ഇന്ന് എന്റെ രണ്ടാമത്തെ വർഷമായോ? ഇല്ല, ഫസ്റ്റ് ഇയറിൽ തന്നെയാണ് സംഭവിക്കുന്നത്. എന്റെ ക്യാപ്പിംഗ് സെറമണിയാ. ക്യാപ്പിംഗ് സെറമണിയുടെ മൊത്തം എന്റെ ഡ്രസ്സ് കിട്ടി. ക്യാപ്പിംഗ് സെറമണിക്ക് വേണ്ടി അവരെല്ലാം വീട്ടിൽ നിന്ന് വരാതിരിക്കുക. അപ്പം ആ സമയത്ത് അപ്പൊ എനിക്ക് അന്നേരത്തേക്ക് എന്റെ മൈൻഡ് ഒക്കെ പ്രിപ്പയർ ആയി. ഓക്കെ, ഞാൻ നേഴ്സ് ആകാൻ പോകുക. അപ്പൊ ക്യാപ്പിംഗ് സെറമണി, എന്റെ ഡ്രസ്സ്, എന്റെ ഇതിലുള്ള ഡ്രസ്സ്. പക്ഷെ എന്റെ സ്ഥാനത്തേക്ക് വേറൊരു പെൺകുട്ടി വന്നു. പക്ഷെ രഹസ്യമായി പലപ്പോഴും കരഞ്ഞുപോയി. കാരണം എന്റെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു പല സഹായിക്കാൻ. പക്ഷെ അപ്പൊ ഞാൻ ഓർത്ത ദൈവം എന്റെ ആ സ്വപ്നം തകർന്നു പോയി. കാരണം എന്റെ കരത്തിന് ഒരു വഴിയില്ല. എന്തെങ്കിലും ഒരു പണം ലഭിച്ച് ഞാൻ പാവങ്ങളെ സഹായിക്കുക, ഒരു അശരണരായി സഹായിക്കുക എന്നുള്ളത് ആ സങ്കല്പം അല്ലെങ്കിൽ എന്റെ സ്വപ്നം തകർന്നുപോയി. അപ്പൊ ഞാൻ തിരിച്ചു പോകുന്ന ബസ്സിലൊക്കെ ഇരുന്ന് ഞാൻ പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷെ എന്റെ ബ്രദർ കാണുന്നില്ല. ബ്രദർ ഉറങ്ങുന്നു. എന്റെ കണ്ണുനീരെന്താ നദി പോലെ ഒഴുകുക. ഞാൻ കരയുക റീസെന്റില്. തിരിച്ചു വീട്ടിൽ വീട്ടിൽ എന്നെ വെൽക്കം ചെയ്ത് വീട് മുഴുവൻ ഒരു മരിച്ച വീട് പോലെ വീട്ടിൽ എന്നെ സ്വീകരിക്കുക. അവരെല്ലാം കരഞ്ഞോടെ നിൽക്കുന്നത് എല്ലാവരും. ഭയങ്കര ഒരു മരണ വീട് പോലെ എന്നെ. അപ്പം അന്നേരം എന്റെ ഒരു നൈബർ അതേ കോളേജില് ഞാൻ കാരണം പഠിക്കാൻ പോയി BSc നഴ്സിംഗ്. അപ്പൊ അവളുടെ വീട്ടിലേക്ക് ഒരു വലിയ ലെറ്റർ എന്റെ കയ്യിൽ തന്നുവിട്ടായിരുന്നു, എഴുതി. അപ്പൊ നാട്ടിലെല്ലാം തിരിച്ചു വന്നപ്പോ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമാക്കിയിട്ടാ വന്നേക്കുന്നതെന്നൊക്കെ നാട്ടില് ആൾക്കാര്. അന്ന് രാത്രി ഞങ്ങൾ എത്തുന്നേ. അപ്പം അവളുടെ അമ്മയും അപ്പനും വീട്ടിൽ നിന്ന് ചർച്ച ചെയ്തെന്ന് എന്തെങ്കിലും പ്രശ്നം കോളേജിൽ ഉണ്ടാക്കി കാണും, അതാ വിട്ടേന്ന്. അപ്പൊ ഞാൻ അവര് വന്നപ്പോ അവരിൽ ഈ ലെറ്റർ കൊടുത്തു. അവള് തന്നൊരു വലിയ കവറിലുള്ള ലെറ്റർ കൊടുത്തു. രാത്രി കുറെ കഴിഞ്ഞപ്പോ ഇവര് രണ്ടുപേരും കരഞ്ഞോണ്ട് വരിക. അവളുടെ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ അമ്മേനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവര് പറഞ്ഞു, മോളെ ഞങ്ങള് ചിന്തിച്ചു നഴ്സിംഗ് കോളേജിൽ നീ പ്രശ്നം ഉണ്ടാക്കി നീ വന്നത്, ഇതൊക്കെ വെറുതെ പറയുന്നേ. പക്ഷെ ഞങ്ങളുടെ മോള്, അതേ കോളേജിൽ പഠിക്കുന്ന മോള് ഞങ്ങൾക്ക് എഴുതിയ എഴുത്താ. അത് പറഞ്ഞ് ഞങ്ങൾക്ക് കരയാതെ വായിക്കാൻ പറ്റില്ല. കാരണം നീ ഒരു മാലാഖിയായിരുന്നു അവിടെ. നിന്നെ എപ്പോഴും എന്നെ ഇപ്പോഴും അവര് ഹോളി നേഴ്സ് എന്ന് വിളിക്കാറ് അവിടെ. കാരണം ഞാൻ ഈ സ്വാധീനം ആ കോളേജിന്റെ അകത്തും ജവഹർലാൽ മെഡിക്കൽ കോളേജിന്റെ അകത്ത് ഈ ബെഡ് റിഡൻ പേഷ്യൻസിനൊക്കെ നമുക്ക് പേഷ്യൻസിന് തരും. അപ്പൊ അവിടെ ബ്ലഡ് ക്യാൻസർ വന്ന ഒരു 16 വയസ്സുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു. അവിടെ മൊത്തം എന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അപ്പൊ ഞാൻ അവളെ അവൾക്ക് നഖം പോലും തൊടാൻ വലിയ വേദനയാണ്. ഒരേ ഒരു മോളേ ഉള്ളൂ. അപ്പൊ ഞാൻ അവളെ സ്പഞ്ച് ബാത്ത് ചെയ്യുക. അവളുടെ അമ്മയ്ക്ക് ചൂടുവെള്ളം ആരും പിടിക്കാൻ അനുവദിക്കില്ല, ഞാൻ പിടിച്ചുകൊണ്ട്. അപ്പൊ എന്റെ സീനിയേഴ്സ് ഒക്കെ എന്നെ വഴക്ക് പറയും. പക്ഷെ ഞാൻ എല്ലാ ഹെൽപ്പും ചെയ്യാം, എല്ലാം. പക്ഷെ എനിക്ക് എന്നിട്ട് 6 ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാറില്ല ഈ നഴ്സിംഗ് കോളേജിൽ. എനിക്ക് രാത്രി കഴിക്കും ഞാൻ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപവസിക്കണം. ആരും പറയില്ല, ഞാൻ എടുത്തോണ്ടൊക്കെ പോകും, ഭക്ഷണം ഞാൻ കഴിക്കില്ല. എനിക്ക് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്ന് ഇവരും കരയുക. അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. അപ്പൊ അവര് പറഞ്ഞു, നീ എന്റെ നാട്ടിലെല്ലാവർക്കും അറിയാം. അവര് പറയും നിന്നെ എപ്പോഴും ഞങ്ങൾ കണ്ടേക്കുന്ന ബൈബിള് വായിക്കുന്ന നാട്ടുകാർ പറയുന്നേ, നീ എപ്പോഴും ബൈബിള് വായിക്ക്,
എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പോഴും ഒരു ഹെൽപ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇപ്പോഴും നടക്കുന്നതും സുവിശേഷം പറയുന്നതും ഒക്കെ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ആങ്ങളെ പറഞ്ഞു, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നീ എടുക്ക്, എന്താണെങ്കിലും ഇങ്ങനെ ആയിപ്പോയില്ലേ, എന്നാൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഞാൻ കാണുക തിരുവല്ല കേട്ടോ, തിരുവല്ലേ പോയി പഠിക്കാനായിട്ട് എന്നോട്. തിരുവല്ലേ ബൈബിൾ കോളേജ് ഉണ്ട്. ഞാൻ അപ്പൊ എന്റെ സഹോദരങ്ങളോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പോ ദൈവം എഴുതി കാണിച്ചു തിരുവല്ലാന്ന്. ഞാൻ അപ്പൊ അവിടെ പോയി പഠിക്കുക. അപ്പൊ എന്റെ സഹോദരങ്ങൾ പറഞ്ഞു, അവരൊക്കെ എന്റെ എൽഡറാണല്ലോ, അവര് പറഞ്ഞു നിനക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നത് അങ്ങനെയൊക്കെ എഴുതി കാണിച്ചെന്ന്, കാരണം അങ്ങനെ ഒരു ബൈബിൾ കോളേജ് ഒന്നും തിരുവല്ലയിലില്ല. അപ്പൊ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. എന്ന് പറഞ്ഞാല് എന്താ പറയാ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുന്നുള്ളത് അവരെന്നോട് പറയുക. അടുത്ത ദിവസം ഞാൻ ഈ ദർശനം കാണുന്നു. അടുത്ത ദിവസം വെളുപ്പിന് 6 മണിക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരിക. എന്റെ ആങ്ങളമാരെ പ്രായമുള്ള എന്റെ ആങ്ങളയുടെ കൂട്ടുകാരനെ, മൂത്ത ആങ്ങളയുടെ. പുള്ളി കുറെ ഫോമായിട്ടാണ് വരുന്നത്, ഒത്തിരി ഫോമുകൾ ഒരു കെട്ടുണ്ട്. പുള്ളി പറഞ്ഞു, ഞാന് എന്താ പറയാ ഇതൊന്ന് തരാമെന്നതാ, നിങ്ങളുടെ ചർച്ചിൽ കൊടുക്കണം, ആരെങ്കിലും ബൈബിൾ കോളേജിൽ പഠിക്കാനുണ്ടെങ്കിൽ തിരുവല്ലയ്ക്കുള്ള ഇതാ, തിരുവല്ല ബൈബിൾ കോളേജിന്റെ. അപ്പൊ എന്റെ ആങ്ങള് പറഞ്ഞു, അയ്യോ ഇന്നലെയാ എന്താ പറയാ സോണിയ എന്താ പറയാ ദർശനം കണ്ടു തിരുവല്ലയ്ക്കെന്ന് പറഞ്ഞ് ഞങ്ങള് വഴക്ക് പറഞ്ഞിരിക്കുക, കാരണം ആ തിരുവല്ലയിലൊന്നും അങ്ങനെ ഇല്ല. അപ്പൊ പറഞ്ഞു ഇല്ല തിരുവല്ലയിലുണ്ട്. അങ്ങനെ എന്റെ ചേച്ചി ചർച്ചിലെ വേറൊരു ബിലീവറിനും കൂടി ഫോം ഫില്ല് ചെയ്ത് BTHന് വേണ്ടി. അങ്ങനെ ഞങ്ങൾ 3 പേരും പോയി. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു നിനക്ക് അവിടെ കിട്ടും. അവിടെ ഞാൻ അങ്ങനെ BTHന് എനിക്ക് കിട്ടി അവിടെ. അങ്ങനെ അവിടെ BTH പഠിക്കുകയും അപ്പം പക്ഷെ ആ BTH പഠിക്കുമ്പോഴും എല്ലാ വീക്കിലും നമുക്ക് എന്താ പറയാ ഔട്ട്റീച്ച് ഉണ്ട് തിരുവല്ലയില്. അപ്പൊ ഔട്ട്റീച്ചില് ഞാനിങ്ങനെ ഔട്ട്റീച്ചിന് പോകുമ്പോ ഞാൻ എന്താ കാണുന്നേന്നോ, ഞാൻ എന്താ പറയാ ഔട്ട്റീച്ച് ചെയ്യാൻ പോകുമ്പോ ഒരു ദിവസം ഞാൻ പോകുമ്പോ ഞാൻ ഇങ്ങനെ എൻട്രൻസിൽ ഒരാൾ വന്നു നിന്നു. ഞാൻ ട്രാക്ട് കൊടുക്കാനായിട്ട് പോകുക. ഞാൻ പറഞ്ഞു യേശുവ ജീവിക്കുന്ന ദൈവം എന്ന് പറയും. പുള്ളി അങ്ങനെ വിറച്ചങ്ങോട്ട് താട മറിഞ്ഞടിച്ചു, പൈശാചിക ശക്തി. അപ്പൊ എനിക്ക് മനസ്സിലായി യേശുവിന്റെ കൂടെ നടക്കുന്നുണ്ടല്ലോ, അല്ലെ, യേശുവിന്റെ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ ജനം ഓരോരുത്തരായിട്ട് അക്രൈസ്തവരെ ഒത്തിരി പേര് രക്ഷിക്കപ്പെടാൻ തുടങ്ങി. ഒത്തിരി പേര് യേശു യഥാർത്ഥ ദൈവമാണ്, യേശുവിന്റെ ശക്തി അവരെ അറിയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഒരു ദിവസം പോകുക, സുവിശേഷകാരിയാണല്ലോ നമുക്ക്. അങ്ങനെ പോയിക്കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോൾ നല്ലൊരു സുന്ദരനായ ഒരു ചെറുപ്പക്കാർ ഒരു സൂട്ട് കേസും പിടിച്ച് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ട്. അപ്പൊ ഒത്തിരി പേര് നിൽപ്പുണ്ട്. പക്ഷെ എന്റെ അകത്ത് പരിശുദ്ധാത്മ, എനിക്ക് ക്ലിയർ അല്ല ഒന്നും, പക്ഷെ എന്റെ അകത്ത് ദൈവം പറയാ അതേ അവിടേക്ക് പോവാ, ആ വ്യക്തിയോട് ചെന്ന് പറയാ യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഇത്രയും പറയുന്നുള്ളൂ ദൈവം, ഇത്രയും ഞാൻ കേൾക്കുന്നുള്ളൂ. ഞാൻ അന്നേരം സൂട്ട് കേസ് പിടിച്ചിരിക്കുന്ന ആ പുള്ളിയുടെ അടുത്തേക്ക് ഞാൻ പോകുക. ഞാൻ നടന്നു പോയിട്ട് ഞാൻ പറഞ്ഞു, ബ്രദറെ യേശു ബ്രദറെ സ്നേഹിക്കുന്നുണ്ടോ ട്രാക്ട് കൊടുത്തതും പരിശുദ്ധാത്മ നമ്മളെ മാധ്യമമാണല്ലോ. പരിശുദ്ധ പറഞ്ഞു, ബ്രദർ ആത്മഹത്യ ചെയ്യരുത്, ഈ പോകുന്ന പ്രവൃത്തി ഉപേക്ഷിക്കണം, കാരണം യേശു ബ്രദർ ആ സഹോദരൻ പൊട്ടിക്കറിയാൻ തുടങ്ങി. എന്നോട് എങ്ങനെ അറിഞ്ഞാലും ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകും. ഞാൻ ചോദിച്ചു, ഇത്ര നല്ല ഡ്രസ്സ് ഇട്ട് വളരെ വെൽ ടു ഡു ഒരു ഫാമിലിയിൽ നിന്ന് വന്നൊരു വ്യക്തിയാ, നല്ല ഡ്രസ്സിങ്ങും നല്ല രീതിയിലാ. പുള്ളി പറഞ്ഞു, ഞാൻ ആരും അറിയാതിരിക്കാൻ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകും. എന്റെ അടുത്ത് നീ വന്നില്ലായിരുന്നെങ്കിൽ പുള്ളിയുടെ ഹൃദയ യേശുവിന് കൊടുത്തു, തിരിച്ചു പോയി. അങ്ങനെ പല അനുഭവങ്ങൾ, കാരണം യേശു എന്റെ കൂടെയുണ്ട്, യേശു എന്റെ കൂടെ നടക്കുന്നുണ്ട്. യേശു ആകർഷിക്കാതെ ആരും രക്ഷിക്കപ്പെടില്ല. യേശു ഇങ്ങനെ ഈ ഓരോ ആഴ്ചയിലും ഒരു ഇൻസിഡന്റ്, ഇങ്ങനെ പല ഇൻസിഡന്റുകളില് ഒരു പ്രാവശ്യം ഞാൻ ശനിയാഴ്ച ഇറങ്ങുമ്പോൾ തന്നെ പലരും രക്ഷിക്കപ്പെടാൻ തുടങ്ങി. അപ്പൊ എല്ലാവർക്കും ഒരു ഇതാണ്, സിൽവിയുടെ റിപ്പോർട്ട് എന്താ, ഞാൻ റിപ്പോർട്ട് പറയണം നമ്മളവിടെ ബൈബിൾ കോളേജിൽ. അപ്പൊ ഞാൻ റിപ്പോർട്ട് വായിക്കുമ്പോ എന്താ പറയാ പറയുന്നത്, ഞങ്ങൾ ശനിയാഴ്ച പോയപ്പോൾ ഇവിടെ ഇത്ര പേര് രക്ഷിക്കപ്പെട്ടു, അവിടെ അത്ര പേര് രക്ഷിക്കപ്പെട്ടു, ഇങ്ങനെ രക്ഷിക്കപ്പെട്ടത് മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടു, ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായി, ഇവർക്ക് വിടുതൽ കിട്ടി. അപ്പം എല്ലാവരുമല്ല ചിലരെല്ലാം എന്നെ നിന്ദിക്കുന്ന ഒരവസ്ഥ പോലെ എന്റെ ജീവിതത്തിൽ അവരെന്നോട് പറഞ്ഞു, വെറുതെ ഒക്കെ പറയുക ടീച്ചേഴ്സിന്റെ ഇങ്ങനെ എന്താ പറയാ ഒരു സ്വീകാര്യം കിട്ടാനായിട്ട് പറയാന്നുള്ള ഒരിത് പറഞ്ഞു. അത് പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ എന്താ പറയാ ഓൾ നൈറ്റ് പ്രയർ ഉണ്ട്. നമ്മള് ഓരോരുത്തരെ നമുക്ക് നമ്മുടെ ടേം വരും നമ്മള്. അപ്പൊ ആ ടേമില് ഒരു ദിവസം എന്റെ ടേം വരുന്നത് ഞാൻ ലീഡ് ചെയ്യണം. അപ്പൊ എന്റെ നമ്മുടെ എന്താ പറയാ ഗേൾസ് എല്ലാം ഇരിക്കും, ബോയ്സിന്റെ ഹോസ്റ്റൽ വ്യത്യാസമാണല്ലോ, ഗേൾസ് എല്ലാം ഇരിക്കും. അപ്പം അന്ന് ഞാൻ ലീഡ് ചെയ്യും. അപ്പൊ ഞാൻ മുട്ടുമേ ഇരുന്നിട്ട് ഞാൻ കരം ഉയർത്തി ഞാൻ പറയാം, നമുക്ക് ലോക സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഓൾ നൈറ്റ് പ്രയറിൽ. എന്നെ ദൈവമ പറയാം അത് പ്രാർത്ഥിക്കാൻ. കരം ഉയർത്തി മുട്ടുമേന്ന് പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര ഒരു പ്രവാഹമായിരുന്നു അവിടെ. എല്ലാവരും പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും കരമുയർത്തി മുട്ടുമേന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എത്ര നേരം നീണ്ടുപോയെന്നറിയാം, കാരണം ഓൾ നൈറ്റ് പ്രയറാണ് ഞങ്ങളുടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയാ പൊട്ടി കരഞ്ഞ് ഓരോരുത്തരായിട്ട് എന്റെ അടുത്തേക്ക് വരിക. അവര് എന്നോട് ക്ഷമ ചോദിക്കാൻ വരിക.
ഞാൻ ചോദിച്ചു എന്താ? അപ്പൊ പറയാ ഞങ്ങളോട് ക്ഷമിക്കണം, കാരണം ഞങ്ങൾ നിന്നെ കുറിച്ച് പറഞ്ഞു, നീ പറയുന്ന റിപ്പോർട്ട് ശരിയല്ല, നീ വെറുതെ ഉണ്ടാക്കി പറയാന്ന് പറഞ്ഞു. പക്ഷേ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവരെല്ലാം കണ്ട ഒരു ദർശനമുണ്ട് സാർ. ആ ദർശനം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷം മുഴുവനും ഒത്തിരി എന്താ പറയാ ഈ എന്താ പറയാ ക്രൗൺ ഇങ്ങനെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന, അങ്ങനെ ഒത്തിരി അങ്ങനെ എന്താ പറയാ ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ട് കാണുക. അവരങ്ങനെ പറന്ന് നടക്കുക, ഫ്ലൈയിങ് എന്താ പറയാ. അതിനകത്ത് വലിയൊരു കിരീടം, പിന്നെ കുറെ കിരീടങ്ങൾ, പല പല എന്താ പറയാ ഷേപ്പുകളും സൈസുമുള്ള പല കിരീടങ്ങള്. അപ്പം ദൈവം പറയാ ലോക സുവിശേഷീകരണത്തിന് വേണ്ടി തയ്യാറുള്ളവർക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ദൈവശബ്ദം കേൾക്കുക. അവിടെ മുഴുവൻ ദൈവശബ്ദമാണ് ഇവര് കേൾക്കുന്നത്. ആര് തയ്യാറുണ്ട്? ലോക സുവിശേഷീകരണത്തിന് തയ്യാറുണ്ട്, അവരെ ദൈവം എന്താ പറയാ അഭിഷേകം ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ഇവര്. അപ്പൊ ഞാനത് കാണുന്നില്ല, എന്നെ കാണിക്കേണ്ടത് ദൈവം കാണിക്കാറുള്ളൂ, ഞാൻ കേൾക്കേണ്ടത് ദൈവം കേൾപ്പിക്കൂ അതാത് സമയത്ത്. ഞാനാണ് ഈ കരഞ്ഞിരുന്ന ലോക സുവിശേഷീകരണത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട്, പല രാജ്യങ്ങളെ കുറിച്ച് പറയുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവര് കാണുക ഏറ്റവും വലിയ ഒരെണ്ണം വന്ന് എന്റെ തലയിൽ വന്നിരിക്കും ലോക സുവിശേഷീകരണത്തിന്റെ. ഇവരന്നേരം പറഞ്ഞ കർത്താവെ ഞങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾ സിൽവിയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു അവളെ. അവള് സുവിശേഷ വേലയ്ക്ക് പോയപ്പോ പറഞ്ഞ റിപ്പോർട്ട് അതല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവളെ കുറിച്ച് സംസാരിച്ചു, ഞങ്ങൾ ക്ഷമിക്കണേന്ന് പറഞ്ഞപ്പോ വേറെ പല ഷേപ്പ് ഉള്ളത് അവരെ തലയിൽ പലർക്കായി വന്നു, തലയിൽ വന്നു. അപ്പൊ അത് അവര് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്താ പറയാ ദൈവത്തിന് ലോക സുവിശേഷീകരണത്തിനെ കുറിച്ച് നിന്നെ കുറിച്ച് ഉദ്ദേശമുണ്ട്, ഞങ്ങളെ കുറിച്ച് ഉദ്ദേശമുണ്ട്. അങ്ങനെ കോളേജിന്റെ അന്തരീക്ഷം മാറി, ആത്മീക അന്തരീക്ഷം, പ്രാർത്ഥന ലൈഫ് മാറി, ദൈവം തൊട്ടവരുടെയൊക്കെ പ്രാർത്ഥന ജീവിതം മാറി. എന്താ പറയാ ആരും പറയാതെ രഹസ്യമായിട്ടൊക്കെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും രാത്രികളിൽ മണിക്കൂറുകൾ ഇന്ന് പ്രാർത്ഥിക്കാനൊക്കെ വരാൻ തുടങ്ങി. ഞാൻ എന്റെ എല്ലാ കോഴ്സ് പിന്നെ പൂർത്തീകരിച്ച. അതെ, ആ കോഴ്സിൽ തന്നെ രണ്ട് എന്റെ VA വർഗീസ് സാർ എന്ന് പറഞ്ഞ സാർ എടുക്കുന്ന സ്പിരിച്വൽ വാർഫെയർ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു സബ്ജക്ട്. പിന്നെ ഒരു കുര്യാച്ചൻ സാർ എടുക്കുന്ന ഇവാഞ്ചലിസം. അതാണ് എന്നെ ഭയങ്കരമായിട്ട് എന്നെ പിടിച്ചു വിളിക്കിയത്. VP കുര്യാച്ചൻ സാറാണ് ഇവാഞ്ചലിസം എടുക്കുന്നത്. അതുപോലെ VA വർഗീസ് സാറാണ് എന്താ പറയാ സ്പിരിച്വൽ വാർഫെയർ. ഈ രണ്ട് ക്ലാസ്സും കഴിയുമ്പോൾ ഞാൻ ഓടും, എന്റെ പ്രയർ റൂമിൽ ഓടിയിട്ട് ഞാൻ പൊട്ടിക്കരയും. കാരണം നമുക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് കിട്ടുള്ളൂ, 10 മിനിറ്റിനെ കിട്ടില്ല. ഞാൻ പൊട്ടിക്കരയും, എനിക്ക് സഹിക്കാൻ പറ്റാതെ ഇരിക്കുന്നു. കാരണം എന്റെ ഹൃദയം തകർന്നു പോകും ഈ രണ്ട് ക്ലാസ്സിലും. കാരണം ഒന്ന് ഇവാഞ്ചലിസം പറയുന്ന മുഴുവൻ ആത്മാക്കളെ നേടുക, സ്പിരിച്വൽ വാർഫെയർ പറയുന്നത് നമ്മളെ എങ്ങനെ എന്താ പറയാ ആത്മയുദ്ധത്തിൽ നിന്നു കൊടുക്കണം, എന്താ പറയാ ആ സർവായുധം ധരിച്ച്. അപ്പൊ നമ്മളെ എത്രത്തോളം തയ്യാറെടുപ്പ്, നമുക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം. അപ്പം ഞാനിങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുന്നത്. അപ്പൊ ഒരു ദിവസം VA വർഗീസ് സാറ് പറയാ അഷ്ടമുടിയുമ്മച്ചന്റെ കൊച്ചുമോളെ ഇരിക്കുന്നത്, എന്നെ അറിയാം, എനിക്കറിയില്ലായിരുന്നു അങ്ങനെ. അപ്പൊ സാറേ എനിക്ക് അങ്ങനെ അറിയില്ല, പക്ഷെ എന്നെ അത് പിടിച്ചു പിടിക്കുക. അന്ന് ഞാൻ തീരുമാനം എടുത്ത കർത്താവെ, കൊച്ചുമോളെന്ന് പറയുന്നത് എന്റെ ഗ്രാൻഡ് ഫാദർ കേരള സഭ എന്താ പറയാ ഇങ്ങനെ വല്യപ്പച്ചന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ബ്രാഹ്മണാണല്ലോ. അപ്പൊ വല്യപ്പച്ചൻ രക്ഷിക്കപ്പെടുന്നത് ഒരു കുടിലിൽ വെച്ച ഒരു അമ്മച്ചി സുവിശേഷം പറഞ്ഞാണ് വല്യപ്പച്ചൻ രക്ഷപ്പെടുന്നത്. അപ്പൊ വല്യപ്പച്ചൻ സുവിശേഷത്തിന് വേണ്ടി തന്റെ ജീവൻ കൊടുത്ത് പ്രവർത്തിക്കുന്നു, ഡേ നൈറ്റ്. രാത്രികളിലൊക്കെ എന്താ പറയാ ചൂട്ടുകറ്റ, വലിയ വലിയ കറ്റകള് കെട്ടി എന്താ പറയാ കാട് ക്രോസ് ചെയ്ത് ഗ്രാമങ്ങളിൽ പോയി അങ്ങനെ. അപ്പം കേരള സഭാ ചരിത്രത്തിലും അല്പമായിട്ട് വല്യപ്പച്ചനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവർക്കറിയാം, പക്ഷെ എനിക്കറിയില്ല. ഉമ്മച്ചൻ എന്റെ പപ്പയുടെ പപ്പയാ അങ്ങനെ. അതെ, ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ എന്റെ വല്യമ്മച്ചി അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, വല്യമ്മച്ചിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി പൊന്നമ്മ. അപ്പൊ അതും എന്താ പറയാ ബ്രാഹ്മൺ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സുവിശേഷത്തിന് വേണ്ടി മരണം വരെ കൃപയുടെ സുവിശേഷം പ്രസംഗിച്ചതാ. അപ്പം എന്നെ എന്താ പറയാ എനിക്കെപ്പോഴും ഞാൻ ദൈവത്തോട് കോഴ്സിന് എന്നിട്ട് ഈ കോഴ്സിന്റെ അകത്ത് ഞാൻ ഒരു തീരുമാനം എടുത്തു സാറേ. അതാ പറയുന്നത്. ഈ തീരുമാനം എന്തായിരുന്നു, ഇനി മുതൽ ഞാൻ 4 ചുവരുള്ള ക്ലാസ് റൂമിൽ ഇന്ന് പഠിക്കില്ല. കാരണം ഞാൻ വീർപ്പുമുട്ട ആത്മഭാരം കൊണ്ട് എനിക്ക് ആഴ്ചയിൽ ഒന്നേ സുവിശേഷീകരണത്തിന് പോകാൻ പറ്റുള്ളൂ. ഞാൻ തീരുമാനം എടുത്തു, ഇനി ഞാൻ ഇങ്ങനെയുള്ള ബിൽഡിങ്ങിന്റെ അകത്തിരുന്ന് പഠിക്കില്ല. അങ്ങനെയാണ് ഞാന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഓപ്പറേഷൻ മൊബിലൈസേഷൻ എനിക്ക് ഓപ്പൺ ചെയ്തു തരുന്നു. അങ്ങനെ ഓപ്പറേഷൻ മൊബിലൈസേഷനില് ഇനി ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ എവിടെ പോകണം. അപ്പം എനിക്ക് ഓപ്പർച്യൂണിറ്റി പലതുണ്ട്, പല ഓപ്പർച്യൂണിറ്റി. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് സുവിശേഷീകരണം, ഇവാഞ്ചലിസം. അങ്ങനെ ഞാന് എന്താ പറയാ അവിടെ ഒരു റിക്രൂട്ട്മെന്റ് കോൺഫറൻസിൽ എറണാകുളത്ത് പോയി. അവിടെ വെച്ച് അവര് പറഞ്ഞു ഇംഗ്ലീഷും അറിയാം. അന്നേരം എനിക്ക് ഇംഗ്ലീഷും ഫ്ലുവന്റ്, മലയാളം ഫ്ലുവന്റ്. അപ്പൊ അവര് പറഞ്ഞു നോർത്ത് ഇന്ത്യ വിടാനൊക്കില്ല,
കേരളത്തിലോ എവിടെയെങ്കിലും വർക്ക് ചെയ്താൽ മതി, കാരണം ഹിന്ദി അറിയില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് നോർത്ത് ഇന്ത്യ തന്നെ പോകണം. അങ്ങനെ ഒരു മഹാരാഷ്ട്ര വിടുക. ആ മഹാരാഷ്ട്രയില് എന്നെ വിട്ടു. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് മഹാരാഷ്ട്രയിൽ പോയേ പറ്റുള്ളൂ. അപ്പം അവിടെ മഹാരാഷ്ട്ര സദേൺ കോർഡിനേറ്റർ ഒരു മഹാരാഷ്ട്രയുടെ റീത്ത എന്ന് പറഞ്ഞൊരു സിസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പൊ ആ സിസ്റ്റർ പറഞ്ഞു എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, നീ ഞങ്ങളുടെ അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ സിസ്റ്റർ മുഖാന്തരം എനിക്കൊരു ഭാഗ്യം ലഭിച്ചു മഹാരാഷ്ട്രയിൽ പോകാൻ. പിന്നെ മഹാരാഷ്ട്രയിൽ ഞാൻ സുവിശേഷേരി, അപ്പൊ നമുക്ക് ഹിന്ദി അറിയില്ല. അപ്പൊ ഞാൻ 3 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ചു. 3 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഹിന്ദിയുടെ ഫ്ലുവൻസിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരാൻ തുടങ്ങി. ഞാൻ ആകെ പ്രാർത്ഥിച്ചു എനിക്ക് സുവിശേഷം പറയാനുള്ള ഹിന്ദി മതി, വേറെ ഒന്നിനും വേണ്ട, എനിക്ക് സുവിശേഷം പറയണം. പക്ഷെ ഇന്ന് വചനം അനേക ഇടങ്ങളിൽ അങ്ങനെ എന്താ പറയാ സുവിശേഷം പറയാൻ ദൈവം എനിക്ക് കൃപ തന്നു. അത് അപ്പൊ അന്ന് അത്രയും അറിയില്ല. അന്നേരം ഞാൻ ഓരോ ദിവസം എന്താ പറയാ ട്രക്കിന്റെ നമുക്ക് ട്രക്കുണ്ട് OM-ന്റെ ട്രക്കിന്റെ മുകളിൽ കയറിയുന്ന വചനം പ്രസംഗിക്കും ഇംഗ്ലീഷില്. അവര് മറാഠിയില് സഹോദരങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പത്തേക്കും ഇങ്ങനെ എന്താ പറയാ ഒത്തിരി പേര് തെരുവീതികളിൽ ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്ന പെൺകുട്ടികളല്ലേ, പെൺകുട്ടി പ്രസംഗിക്കുന്ന. അപ്പൊ ഒത്തിരി പേര് വരും. അപ്പൊ അവരോട് നമ്മൾ എന്താ പറയാ യേശുവിനെ കുറിച്ച് കൂടുതൽ അധികമായി പറയും. അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, എന്താ പറയാ ക്രിസ്തുവിനെ ആഴത്തിൽ അറിയാൻ, അങ്ങനെ മഹാരാഷ്ട്ര മുഴുവൻ സുവിശേഷിച്ചു. കാരണം നമുക്ക് ട്രക്കിന്റെ അകത്ത് നമ്മള് വർക്കുകളെല്ലാം ഇവാഞ്ചലിസം അങ്ങനെ ഒത്തിരി ഇടങ്ങളില് നടന്നു, വെളുപ്പിന് മുതലേ നടന്നു. പിന്നെ ട്രക്കിന്റെ അകത്തും പിന്നെ വാന്, നമുക്ക് വാന് അങ്ങനെ വാനിന്റെ അകത്തൊക്കെ ആയിട്ട്. പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് ഞാൻ പോകുന്നത് പിന്നെ എന്താ പറയാ പല നോർത്ത് ഇന്ത്യൻ എന്താ പറയാ സ്റ്റേറ്റ്സിലേക്ക് ഞാൻ പോകുന്നത്. അപ്പൊ എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും പരിശുദ്ധാത്മാവ് എന്താ പറയാ അഡ്വക്കേറ്റ്, ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് പല അഡ്വക്കേറ്റ് ഉണ്ട്, എന്താ പറയാ വക്കീലുമാരൊക്കെ. അപ്പൊ അവരെ കാണുമ്പോൾ ഞാൻ അവരോട് പറയും 5 മിനിറ്റ് സമയമുണ്ടോ, അപ്പൊ അവര് പോകാനായിട്ട് നിൽക്കുക. അപ്പൊ ഓരോ വീടുകളിൽ പോകുമ്പോൾ അവര് പറയും ഉണ്ട് സമയം. അപ്പൊ ഞാൻ അവരോട്, കാരണം ഇംഗ്ലീഷിലൊക്കെ പറയാൻ പറ്റുന്നവർ ഇംഗ്ലീഷില്, അപ്പൊ അവരോട് സുവിശേഷം അവർക്ക് വളരെ ഇംപ്രസീവ് എന്ന് പറഞ്ഞാൽ ഓക്കെ ബൈബിള് തന്നെ, ഞങ്ങൾക്ക് ബൈബിളിലെ ആഴങ്ങൾ അറിയാം. അപ്പൊ അവര് ബൈബിള് വാങ്ങും, വായിക്കും. പിന്നെ നമുക്ക് അറിയില്ല അവരെ കുറിച്ച് എത്രത്തോളം ഉണ്ട്, കാരണം നമ്മൾ ഇവാഞ്ചലിസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന സമയം അങ്ങനെ എന്താ പറയാ ലക്നൌവിലെ പല സ്ഥലങ്ങളില് അങ്ങനെ പോകുന്ന സമയത്ത് ഗേൾസിന്റെ ആദ്യ ചർച്ച് പ്ലാന്റിങ് ഞാനാ തുടങ്ങും. ആദ്യമായിട്ട് അവിടെ ചർച്ച് പ്ലാന്റിങ് ആയിട്ടൊരു വിമൻസ് ചർച്ച് പ്ലാന്റിങ്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ വിമൻസ് മാത്രം മെമ്പർമാരായിട്ടുള്ളതാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. വിമൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന കാരണം അവിടെ വേറെ പുരുഷന്മാരുടെ ചർച്ച് പ്ലാന്റിങ് ഇല്ലായിരുന്നു, OM-ന് ഇല്ലായിരുന്നു, ആകെ ഇവാഞ്ചലിസം ഉള്ളായിരുന്നു. അപ്പൊ അങ്ങനെ അവരെന്താ പറയാ ചർച്ച് പ്ലാന്റിങ് നമ്മുടെ കേരളത്തിലെ വേറെ ഒരു ബ്രദർ ചേരികളിലും മധ്യപ്രദേശിൽ തുടങ്ങിയവരുന്നുണ്ട്. അതല്ലാതെ വേറെ ചർച്ച് പ്ലാന്റിംഗ് നമുക്ക് ചർച്ച് പ്ലാന്റിംഗ് പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ സുവിശേഷം പറയുന്നവര് മുഴുവൻ വീണ്ടും എന്റെ അടുത്ത് വരും. അവര് പറയും എനിക്ക് വചനം അറിയണം. അപ്പൊ വചനം പഠിപ്പിക്കുമ്പോ അവർക്ക് ചർച്ച് പ്ലാന്റ് ചെയ്യും. പിന്നെ അങ്ങനെ OM-ന്റെ അകത്ത് പിന്നെ ഇപ്പോ വളരെയധികം ചർച്ച് പ്ലാന്റ് ആയി. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ OM വിട്ടു. ഇതിനിടയ്ക്ക് അസുഖം വന്നപ്പോഴാണ് അത് കഴിഞ്ഞിട്ടാണോ? എനിക്ക് അസുഖങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, അതൊക്കെ അത് കഴിഞ്ഞ വരുന്നത് മുന്നോട്ട് യാത്ര ചെയ്യാം. അപ്പം അതിലും ദൈവം വചനത്തെ അത്ഭുതങ്ങളാടെ അടയാളം വീര്യപ്രവൃത്തികളെ എല്ലാ സ്ഥലത്തും ഉറപ്പിക്കുന്നത് കൊണ്ടാണ് ഈ ജനം ഇങ്ങനെ കൂടി വരുന്നത്. അപ്പൊ എല്ലാ സ്ഥലത്തും ഇങ്ങനെ എന്താ പറയാ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴ് അവിടെ എന്താ പറയാ അവര് പറയാ ആ വീട്ടിൽ മുഴുവൻ പൈപ്പൊക്കെ തന്നെ തുറന്ന് വർക്ക് ചെയ്യും തന്നെ. അത് ഇലഹാബാദില്. അപ്പൊ ഞാൻ അവിടെ പോയിട്ടില്ല. അവിടെ ടീമുണ്ട്. ടീമിലെ ഗേൾസ് ടീമിലെല്ലാം ഭയങ്കര എന്താ പറയാ അവര് ഇരിക്കുമ്പോ ചെയറുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുക, ടേബിളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, എല്ലാം ഈ എന്താ പറയാ ഫർണിച്ചറുകളെല്ലാം മൂവ് ചെയ്യും. അപ്പൊ അവിടെ ആർക്കും നിൽക്കാൻ പറ്റും, ഭയം. അപ്പൊ ഞാൻ ലക്നൌവിലെ ഞാൻ എന്താ പറയാ നോർത്ത് ഇന്ത്യൻ കോർഡിനേറ്ററായി വർക്ക് ചെയ്യാം ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ. അപ്പൊ എല്ലായിടത്തും സ്റ്റഡി ഇൻചാർജാ, ബൈബിൾ സ്റ്റഡി ഇൻചാർജ്. അപ്പൊ പലയിടത്തും ട്രാവൽ ചെയ്യും എല്ലായിടത്തും. അപ്പൊ അവര് പറഞ്ഞു ഞാനിപ്പോഴും ഇങ്ങനെ ഒത്തിരി നേരം ഒന്ന് പ്രാർത്ഥിക്കുക ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. അവര് പറഞ്ഞു സോണിയ പോയാ മതി, എന്നോട് സോണിയ പോയാ മതി അവിടെ എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞുവിടും. അങ്ങനെ ഞാൻ ആ ടീമിലേക്ക് കടന്നുപോയി. ടീമിൽ കടന്നുപോയപ്പോഴ് എന്താ എല്ലാവരും പേടിച്ചിരിക്കുക, കാരണം ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ കിടക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. ഞാൻ നമുക്ക് എല്ലാം കൂടെ എഴുന്നേറ്റ് കാണും. അങ്ങനെ എല്ലാവർക്കും എഴുന്നേറ്റ് ഞാൻ കരം കോർത്ത് പിടിക്കാം. അപ്പൊ ഇതൊന്നും പ്രീ പ്ലാൻ അല്ല, പരിശുദ്ധാത്മാ ആ സമയത്ത് പറയുന്നതാ കരം കോർത്ത് പിടിക്കാം. അങ്ങനെ കരം കോർത്ത് പിടിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. അങ്ങനെ ഞങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ തുടങ്ങിയപ്പോഴ് ഒരു തമിഴ് കൊച്ചിന്ന് പിശാജ് വിട്ടുപോയി. ഒരു വലിയ പിശാജിനെ അടിമപ്പെട്ട കൊച്ചായിരുന്നു. പിശാജ് വിട്ടുപോയി. അവിടെ ഭയങ്കര ഒരു ആരാധന വെളിപ്പെട്ടു. ആരാധനയില് എന്താ പറയാ പലർക്കും പല കൃപാവരങ്ങൾ ആ കൊച്ചിന് പ്രവചനവരം. അങ്ങനെ ദൈവം ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു വലിയ മാറ്റം അതിന്റെ അകത്ത് തന്നെ, അവരിൽ വലിയ മാറ്റങ്ങൾ, അവരിൽ പ്രാർത്ഥന ചെയ്ത്. അങ്ങനെ പിന്നെ എന്താ പറയാ പാപത്തിൽ അടിമപ്പെട്ട ചില പിള്ളേർ അങ്ങനെ ടീമിലൊക്കെ വരും, വലിയ പാപത്തിന് അടിമപ്പെട്ടെ. അപ്പൊ ഞാൻ എവിടെ ചെല്ലുമ്പോഴും അവരുടെ കാര്യം പരിശുദ്ധാത്മാവിനോട് പറയും.
അപ്പൊ ഞാൻ അവരെ വിളിക്കും, അവരെന്നോട് രഹസ്യങ്ങൾ പറയും, അവരുടെ രഹസ്യ ജീവിതത്തിലെ പാപങ്ങൾ എത്ര വീണുപോയി താണുപോയി അല്ലെങ്കിൽ ആ പാപങ്ങളെല്ലാം പറയും. അവരെ യഥാർത്ഥമായി റൈറ്റ് പാത്തിലേക്ക്, ആ വഴിയിലേക്ക് തിരിച്ചു കൊടുക്കാൻ ദൈവനെ സഹായിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ദൈവം ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെ OM-ന്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ MA മിസിയോളജി ചെയ്തു. അത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുത. ഞാൻ എന്റെ കൂടെ പഠിച്ച BTH പഠിച്ചവരെല്ലാം ഹയർ സ്റ്റഡി ചെയ്യും, നേഴ്സിംഗിന് പഠിച്ചവരെല്ലാം നല്ല സ്ഥാനത്തായി. അപ്പൊ ഞാനിങ്ങനെ പറയുക, കർത്താവേ എന്റെ കയ്യിലാണെങ്കിൽ പണമില്ല, എനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം, കണ്ണിന് ഞാൻ ഈ കാഴ്ചയുമില്ല, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അറിയാതെ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴെ വീണു. അപ്പൊ നമ്മളൊരു സ്റ്റഡി സെമിനാറിന് ഹൈദരാബാദിൽ പോയതാ, നമുക്ക് മാസത്തിലൊന്നുണ്ട്. അപ്പൊ അറിയാതെ എന്റെ കണ്ണിൽ എല്ലാവർക്കും അവര് എന്താ പറയാ ബീം എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, അതിലേക്ക് വിട്ടപ്പോ ഞാൻ എന്താ പറയാ ഓൾറെഡി BTH ഉണ്ട്, എനിക്ക് സ്റ്റഡി ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ പറയാ ഒരാഴ്ച ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവിന്റെ കണ്ണുനീര് താഴെ വീണു. ഞാൻ ചോദിച്ചു, എനിക്ക് പഠിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, എല്ലാത്തിനും സ്തോത്രം ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ദൈവത്തോട് കർത്താവ് സ്തോത്രം, പഠിക്കാൻ അവസരമില്ല എന്നാലും സ്തോത്രം എന്നാൽ ദൈവം ഒരുക്കുമായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് അവരെന്നെ വിളിക്കാം ആഴ്ചക്കുള്ളില്. അവര് പറഞ്ഞു, അമേരിക്കയിൽ നിന്നൊരു എന്താ പറയാ കോളേജ് ലോഞ്ച് ചെയ്യും ഇവിടെ ഈ OM-ന്റെ അകത്ത്, എല്ലാ ഫോറിനേഴ്സ് വരുന്നു. പറഞ്ഞു നീ ക്വാളിഫൈഡാ എന്ന്. സോണി അതിന് ക്വാളിഫൈഡാ. OM-ൽ എന്നെ പെറ്റ് നെയിം വിളിക്കുള്ളൂ, സോണിയ. അപ്പൊ അവര് പറഞ്ഞു നീ ക്വാളിഫൈഡാ, അപ്പൊ ജോയിൻ ചെയ്യാം. അങ്ങനെ എന്നെ MA മിസിയോളജിയിൽ ഒത്തിരി സ്റ്റുഡൻസ് ജോയിൻ ചെയ്തു. ആ സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് അനേകർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, വളരെ ടഫാന്ന് പറഞ്ഞു കുറെ പേരൊക്കെ അങ്ങ് പോയി. അപ്പം പെൺപിള്ളേരല്ലേ ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ എല്ലാം ആൺപിള്ളേരാ. അത് കഴിഞ്ഞ് 3 വർഷം എന്താ പറയാ ഞാൻ റെഗുലർ കോഴ്സ് അല്ല, ഇടയ്ക്കൊന്ന് വന്ന് പോയാൽ മതി, വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് അസൈൻമെന്റ് എഴുതി കൊടുത്താൽ മതി, സബ്മിറ്റ് ചെയ്താൽ മതി. അങ്ങനെ കാരണം നമുക്ക് മിഷൻ വർക്ക് നടക്കുമല്ലോ. അപ്പൊ ചർച്ച് പ്ലാനിങ് ഉണ്ട് എനിക്ക് അന്നേരം, ചർച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, പല സ്ഥലത്തെ ചർച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ MA മിസിയോളജി നടക്കുന്നുണ്ട്. പക്ഷെ ആ MA മിസിയോളജി കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഞാനൊരു പെൺകുട്ടിയും ബാക്കി എന്താ പറയാ എല്ലാം ആൺകുട്ടികളും ഉള്ളൂ. അപ്പൊ അവര് അതിനെന്താ പറയാ, അപ്പം ഞാൻ ആ സമയത്ത് എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഏത് സ്റ്റഡി സെമിനാറിന് പോയാലും എന്റെ 12 മണി വരെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുക. അവർക്കൊന്നും അറിയില്ല, ക്വസ്റ്റ്യൻ ആയിട്ട് വരും, അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ എഴുതുമല്ല, അസൈൻമെന്റ് എല്ലാം എഴുതുക, അവരെ സഹായിക്കുക. 12 മുതൽ പിന്നെ 3 മണി വരെയുള്ള സമയമാണ് എന്റെ സമയം പഠിക്കുന്നത്. എന്തെങ്കിലും എഴുതാനോ എന്താ പറയാ എല്ലാം ചെയ്യാനുള്ളതൊക്കെ ഞാന് എന്താ പറയാ ടൈപ്പ് ചെയ്യാനുള്ളതൊക്കെ എനിക്ക് അങ്ങനെ സഹായിക്കാൻ കുറച്ചൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ എന്നെ സഹായിക്കും, കാരണം എനിക്ക് കണ്ണിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഒത്തിരി പ്രശ്നം. അപ്പൊ അങ്ങനെ എന്താ പറയാ എന്റെ തീസിസ് എഴുതാനും അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ എന്താ പറയാ ആ ഒരു എന്താ പറയാ സമയം എന്താ പറയാ പഠിച്ചു, ഞാൻ മറ്റുള്ളവരെ പഠിപ്പിച്ചു, ഞാനും പഠിച്ച് 5 മണിയായപ്പോ അങ്ങനെ പോയി. അപ്പൊ മിസിയോളജി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഞാൻ, ഇന്ത്യയിലെ ഫസ്റ്റ് വുമൻ MA മിസിയോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു അവാർഡും അതുപോലെ എല്ലാ 5 സബ്ജക്റ്റ് ഉണ്ട്, 5 സബ്ജക്റ്റിനും ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിട്ട് ആ കോളേജിൽ നിന്ന്. പക്ഷെ എനിക്കൊരു യോഗ്യതയില്ല സാർ. അതെ, എനിക്ക് ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ എക്സൈറ്റ്മെന്റിലായിരിക്കും നമ്മൾ ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പറ്റാൻ സാധ്യതയില്ല എന്ന് ഈ ചുറ്റുപാടുകൾ പറയുമ്പോഴും ദൈവത്തിന്റെ കൃപയിൽ അത് നമുക്ക് ഒന്നാമത്തെ സ്ഥാനം നേടി പൂർത്തീകരിക്കാൻ പറ്റുന്നു. പക്ഷെ അത് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും ചിന്തിക്കാതെ എന്റെ ജീവിതം സംഭവിക്കുന്നത്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല, കാരണം എനിക്ക് എപ്പോഴും അറിയാം എനിക്ക് യോഗ്യതയില്ല, കഴിവുകളില്ല. പക്ഷെ ദൈവത്തിന്റെ ഒരു വലിയ കൃപ അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നെ ദൈവം എന്താ പറയാ എങ്ങനെ ഞാൻ യോഗ്യതയില്ല മീൻസ് മറ്റുള്ള സ്റ്റുഡൻസിന് യോഗ്യതയുണ്ട്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അപ്പൊ എന്നോട് OM-ലുള്ളവര് തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ചർച്ച് പ്ലാൻ ചെയ്യാൻ പോയൊക്കെ ഞാൻ പിന്നെ ഹിമാചലിലെ പല സ്ഥലത്ത് ചർച്ച് പ്ലാന്റിങ് എന്റെ. അപ്പൊ ഞാനിങ്ങനെ മിഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ലം ഉണ്ടല്ലോ, ചേരികളിലുള്ളവരെ നേടുക. അപ്പൊ ചേരികളിൽ പോയി പ്രവർത്തിക്കും, ചേരികളെ സഹായിക്കും. അതുപോലെ ചേരികളിലൊക്കെ ഞാൻ പോകുമ്പോൾ വൃത്തിഹീനമായിട്ടുള്ള പാത്രങ്ങളൊക്കെയാ. പഞ്ചാബിലാണെങ്കിലും ചേരി പ്രദേശങ്ങള് എല്ലാ ചേരികളിലും പോകുമ്പോ അപ്പൊ അവരതിലേക്ക് ചായ തരും. അപ്പൊ ചായ തരുമ്പോ ഞാന് 1ാമത്തെ ദിവസം ഒരു ചായ എന്നപ്പോ ഞാൻ പറഞ്ഞു ഈ പാത്രങ്ങളൊക്കെ കറുത്തിരിക്കുക മൊത്തം, അതിന്റെ ചായ ഉണ്ട്. അപ്പൊ ഞാൻ ആ ചായ എന്താ പറയാ സ്തോത്രം പറഞ്ഞ് അത് കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു നോക്ക് ഈ പപ്പ എങ്ങനെ ഇരിക്കുന്നത്, മൊത്തം അഴുക്ക. എന്റെ ഈ 75% കാഴ്ചയിൽ എനിക്ക് കാണാം മൊത്തം അഴുക്ക. നമ്മൾ നോക്കുമ്പോ ഇതിങ്ങനെ കയ്യിൽ അഴുക്ക് വരും. ഞാൻ അവരോട് പറഞ്ഞു നോക്ക് ഞാൻ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാ അല്ലെ, ഞാൻ യേശുവിനെ കുറിച്ച് നിങ്ങളോട് പഠിപ്പിക്കുന്നു. യേശു എന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധിയ, ഭയങ്കര ശുദ്ധിയ എന്ന് പറഞ്ഞാൽ യേശു എന്താ പറയാ പരിശുദ്ധനാണല്ലോ. അപ്പൊ നമ്മളിൽ എപ്പോഴും വിശുദ്ധി ദൈവം നോക്കുന്നുണ്ട്. നമ്മുടെ വലിയ കഴിവുകളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വലിയ പാത്രങ്ങളോ ഒന്നല്ല, ഉള്ളത് നല്ല വൃത്തിക്ക് നമ്മുടെ ചുറ്റുപാട് നല്ല വൃത്തിയാക്കണം. അപ്പൊ ഞാൻ ഈ ചേരികളിൽ പോയി തൂത്തുവാരും.
എല്ലാം വൃത്തിയാക്കല എന്റെ പണി. ചേരി പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വചനം പറയുന്നതിന് മൊത്തം ചേരി എന്താ പറയാ ചൂലായിട്ട് തൂത്ത് വാരി വൃത്തിയാക്കുക. അവിടെ ഇരുന്ന് അവരെ പാത്രം മുഴുവൻ ഞാൻ കഴുകും. തേച്ച് കഴുകുന്ന പണി എനിക്ക് തന്നെ. അവിടെ മണ്ണിട്ടൊക്കെ ഇടണം. ആ മണ്ണിട്ട് ഞാൻ നല്ലതായിട്ട് എന്നിട്ട് അതിൽ കഴുകി എന്നിട്ട് ഞാൻ പറയും ചായ തരാൻ പറയും അതില്. അപ്പൊ ഞാൻ പറയും എപ്പോഴും ഇതിലെങ്ങനെ കുടിക്കണ്ടേ. അപ്പൊ ഞാൻ പിന്നെ ചെല്ലുമ്പോഴേ അവര് തൂത്തുവായി നല്ല വൃത്തിയാക്കി ഇടും. അവര് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി നല്ല വൃത്തിക്ക് അവരുടെ വീടിന്റെ അകമൊക്കെ നല്ല വൃത്തിയാകാൻ തുടങ്ങി. അവര് യേശുവിനെ സ്വീകരിച്ച് അവര് ഓൾ നൈറ്റ് പ്രയർ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഞാൻ പെൺകുട്ടിയാണല്ലോ. അപ്പം ഓൾ നൈറ്റ് പ്രയർ അവര് നടത്തും. എന്നിട്ട് അവരെന്നോട് പറയും പ്രസംഗിക്കാൻ വരാൻ. ഞാനൊരു 10 മണി വരെ പ്രസംഗിച്ചിട്ട് ഞാൻ തിരിച്ചു പോകും 10 മണിയാകുമ്പോ തന്നെ. അപ്പൊ അങ്ങനെ അനേക ചേരികള് ക്രിസ്തുവിനെ സ്വീകരിക്കണം.